ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് രാജ് പാലക്കാടാണ്. അതെ, ഞാനൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആട്ടുംകാല് സൂപ്പിന്റെ ബെനിഫിറ്റിനെ കുറിച്ചിട്ട് പറയാനാണ്. അതായത് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് ഒരു ആട്ടുംകാല് സൂപ്പ്. ആട്ടുംകാലും അതുപോലെ ആടിന്റെ തലയിട്ടിട്ട് സൂപ്പാക്കി അത് ഒരു 10-15 വിസിലടിച്ചു. അത് ഒരു 1.5 മണിക്കൂറായിട്ട് അടിച്ചു. അത് ഭയങ്കര സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, അവിടെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടത്. അതിനുശേഷം അത് തയ്യാറായി. ആ വീഡിയോ ഞാനത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ എന്തെല്ലാം ഗുണങ്ങൾ, ആട്ടുംകാല് സൂപ്പ് എന്താ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ശരിക്കും പറയാൻ, നമുക്ക് ആർക്കെങ്കിലും ജോയിന്റ് പെയിൻ ഉണ്ട് വെച്ചോളൂ. ജോയിന്റ് പെയിന്റ്, എല്ല് സംബന്ധമായ കാര്യത്തിനാണ് ഇത് പറയുന്നത്. ജോയിന്റ് പെയിനോ ഇല്ലേ, ബോണിന്, കൈയും കാലും മുട്ടുവേദന, അങ്ങനെയുള്ളതിനായിട്ട് നമ്മുടെ ഈ വാദമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ലൊരു വാദം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇതിനെല്ലാം നല്ല ഒരു പോംവഴിയാണിത്. ഇത് കഴിച്ചതൊരു നല്ലൊരു സപ്ലിമെന്റ് ആണ്. നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനേക്കാളും നല്ലത്. ചില വിറ്റാമിൻ ഗുളികയെല്ലാം ഒരു കണ്ടിന്യൂസ് ആയി കഴിക്കേണ്ടി വരും. ഇങ്ങനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഡോക്ടേഴ്സ് സാധാരണ നിർദ്ദേശിക്കുന്നത് ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് 4-5 മാസം കഴിക്കേണ്ടി വരും. അപ്പൊ അതിനെല്ലാം ശരിക്കും ഇതൊരു നമ്മള് നാച്ചുറലായിട്ട് നമ്മുടെ ചെറിയ ആടുകളുണ്ടല്ലോ, അതായത് വലിയ ആടുകളില്ല, ചെറിയ ആടുകളുടെ കാല് അത് കിട്ടുകയാണെങ്കിൽ, അത് നമ്മൾ സൂപ്പ് വെച്ച് കഴിക്കുകയാണെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. കാരണം ആ സൂപ്പില്, ആട്ടുംകാല് സൂപ്പില് നമുക്ക് ഗ്ലൂക്കോസമൈൻ, പ്രോളീൻ, അമിനോ ആസിഡ്സ്, പിന്നെ നിറയെ വിറ്റാമിൻസ്, വിറ്റാമിൻ കെ, വിറ്റാമിൻ എ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ കാൽസ്യം ഉണ്ട്, കുറെ മിനറൽസ് ഉണ്ട്. കാൽസ്യം, പൊട്ടാസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ അടങ്ങിയതുകൊണ്ട് നല്ല നമ്മുടെ ബോൺ സ്ട്രെങ്തിന്, അതായത് ഇത് നല്ല ബോൺ സ്ട്രെങ്തിന്, പിന്നെ കാരണം ബോൺ ഡെൻസിറ്റി ഇത് വർദ്ധിക്കും. നമ്മൾ കണ്ടിന്യൂസ്ലി കുടിക്കുകയാണെങ്കിൽ, ഒരു വീക്ക്ലി വൺസോ ടോയ്സ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി എല്ലാം നന്നായി ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ബൂസ്റ്റ് ആവും. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇത് വിറ്റാമിൻ കെ എല്ലാം ഉള്ളതുകൊണ്ട് ഇതിന്റെ നമ്മുടെ സ്കിന്നിനും കൂടി അത് നല്ലൊരു ഹെൽത്തിയാണിത്. ഈ സൂപ്പ് കുടിക്കുകയാണെങ്കിൽ സ്കിന്നിന് ഹെൽത്തിയാണ്. പിന്നെ സ്കിന്നിൽ വരുന്ന നമ്മള് മുഖത്ത് വരുന്ന റിങ്കിൾസ്, അതെല്ലാം കുറയുന്നാണ് പറയുന്നത്. പിന്നെ പ്രോബയോട്ടിക് ഉണ്ട് അതിൽ. പ്രോബയോട്ടിക് ഉള്ളതുകൊണ്ട് നല്ല ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. പിന്നെ അത് ഇറ്റ് വിൽ പ്രൊമോട്ട്, എന്താ പറയുക, വെയിറ്റ് ലോസ് ഒക്കെ കുറയ്ക്കും, വെയിറ്റ് ലോസ് ആവും. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാനും വർദ്ധിക്കാനൊക്കെ ഉള്ള ഒരു നല്ലൊരിതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ലിവറിനെ നല്ലപോലെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒരു ഉറക്കമൊക്കെ നല്ല സുഖമായി കിട്ടും ഇത് കണ്ടിന്യൂസ് കുടിക്കുകയാണെങ്കിൽ. കാരണം അത്രയും ഹൈലി ന്യൂട്രീഷനാണ് ഈ എന്താ പറയുക ഈ ആട്ടുംകാല് സൂപ്പിലുള്ളത്. അപ്പൊ ഞാൻ അത്രേ ഉള്ളൂ. ഞാൻ ഇതിൽ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാണ് ചെറിയൊരു വീഡിയോ ഇട്ടത്. ആട്ടുംകാല് സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് 8 കാല് വാങ്ങിയിട്ട് 8 4 3 4 5 6 7 8 കാലുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ്? ഇത് നല്ലപോലെ വാഷ് ചെയ്ത്, കുറച്ച് വാഷ് ചെയ്ത് കുറേ തവണ വാഷ് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത്. ഇവിടെ എങ്ങനെ പറഞ്ഞാൽ അവര് ഇത് നമുക്ക് തന്നെ കഴുകി വൃത്തിയാക്കണം. ഇതൊന്നും അവർ കളഞ്ഞതല്ല, ഇതിന്റെ തോല് ഇതൊന്നും അവർ കളഞ്ഞതല്ല. ഇത് തോല് കളയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ലപോലെ കഴുകിയിട്ട്, കുറേ തവണ ഞാൻ കഴുകിയതാണ്, തവണ കഴുകിയിട്ട് വെച്ചാണ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓരോന്നും എടുത്ത് കഴുകുക. ഇത് കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇടുക. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇടൊന്നും വേണ്ട. ഇതിൽ നമ്മള് ആടിന്റെ തലയാണ്, തല നിറയുണ്ട്. തല, അതിന്റെ കണ്ണും പല്ലും മാത്രം മാറ്റിയിട്ടുള്ളതാണ് ആടിന്റെ തല. ആടിന്റെ തല. പിന്നെ എന്താ പറയുക,
ആടിന്റെ കാല് നല്ലപോലെ വൃത്തിയാക്കി ഞാൻ പറഞ്ഞ പോലെ അത് ചുടുവെള്ളത്തിലിട്ടിട്ട് തോല് ഇതിങ്ങനെ ഊര് കൈകൊണ്ട് ആക്കുക. കൈകൊണ്ട് ചെറിയൊരു കത്തി എടുത്ത് ഇതുപോലുള്ള കത്തി എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുക. നോക്കിയിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കയ്യിൽ തട്ടും. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇത്രയും നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അതിലിടുന്നു. ഇനി ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കും. ഇത് ഇഞ്ചിയാണ്, ഇത് വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളിന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടില്ല. ഇത് ഞാൻ ഇരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിൽ നമ്മുടെ ചെറിയ ഉള്ളിയൊന്നും ഇവിടെ കിട്ടത്തില്ല. പിന്നെ വേണ്ടത് ഇതാ മല്ലി, മല്ലിയാണിത്. മല്ലിയല്ല, എന്താ പറയുക, ജീരകം. മല്ലിയല്ല, ജീരകം. മല്ലിയും വേണമായിരുന്നു. നമ്മുടെ സാധാരണ വലിയ മല്ലിയാണ് വേണ്ടത്. മല്ലി എന്തെങ്കിലും തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇടും. പിന്നെ ഇത് കുരുമുളക് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. കുരുമുളക് നാട്ടിൽ കൊണ്ടുവന്ന കുരുമുളകാണ്. ഇത് പൊടിച്ചിട്ട് ഇത്രയും വേണം. ഈ ആടിൻ്റെ ആയതുകൊണ്ട് കുരുമുളക് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കുരുമുളക് ഇത്രയാണ് വേണ്ടത്. പിന്നെ മഞ്ഞൾ വേണം. മഞ്ഞളും എന്താണ് മല്ലിയും ആണ് ഇതിലിട്ടുണ്ട് ചേരുവിന് വേണ്ടത്. ഞാനിതിൽ വെള്ളം ഒഴിച്ച് പിന്നെ ചെയ്യുന്നത് കാണിക്കാം. ഇത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച്, അതായത് വെള്ളം മുങ്ങുന്ന രീതി, ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. പക്ഷെ ഇറച്ചി ഇതെല്ലാം മുങ്ങുന്ന രീതിയിൽ. ഇതിന് സാധനങ്ങളൊക്കെ ഇടുന്നത് പൊടി പറഞ്ഞാൽ ഇത് കുരുമുളകും ഇതെല്ലാം അരച്ച് വെച്ച് കുരുമുളക്, എന്താ പറയുക, കുരുമുളക്, ജീരകം. പിന്നെ അതിൽ ശരിക്കും വേണ്ടത് മല്ലിയാണ്, പച്ചമല്ലിയാണ് ഇടേണ്ടത്. അതിൻ്റെ പകരം ഞാനിതാ ഇതിൽ പച്ചമല്ലിയുടെ പകരം അതിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞളിൻ്റെ പൊടി, ഇതെല്ലാം ഇടുക. ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. വെള്ളം ഒഴിച്ച ശേഷം ഇതിട്ട് പാകത്തിന് ഇടുന്നത്. പിന്നെ എന്താ പറയുക, എന്താണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് അതിടുക. ആക്ച്വലി ഞാൻ കൈ മൊബൈലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അതിലെടുത്തിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പെടുക്കണം. ഞാനിത് റോക്ക് സാൾട്ടാണ് എടുക്കുന്നത്. ഇത് റോക്ക് സാൾട്ട്. അത് ആവശ്യത്തിന് ഇടുക. കുറച്ചുകൂടി വേണ്ട, കുറച്ച് കൂടുതലുള്ളതുകൊണ്ട്. ഓക്കെ, മതി. ഇനി ഇതിന് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിന് നമുക്ക് സിമ്മിലാണ് വെക്കുന്നത്. അതായത് 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്താലേ ഇത് കറക്റ്റായിട്ട് ആവുള്ളൂ. ഇതിൻ്റെ ആടിൻ്റെ തല, പിന്നെ ആടിൻ്റെ കാലാണ് ഇതാ പീസ് ആടിൻ്റെ കാല്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ഒരു 1.5 മണിക്കൂറോളം വെക്കണം. ഓക്കെ, എന്നാലേ അതിന് സൂപ്പാണ്. അപ്പോൾ തന്നെ അതിന് മണം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെയുള്ള സൂപ്പ് വെച്ച് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ഈ സൂപ്പിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ കുറച്ച് പറയാം. അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേക ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് വരുന്നത്, അതെല്ലാം ഞാൻ പറയാം. ഇനി ഇത് അടച്ചു വയ്ക്കുക. അത്രയും നമുക്ക് മീൻ അടിച്ചു വയ്ക്കാം. അങ്ങനെ സിമ്മിലാണ് വയ്ക്കേണ്ടത്. അങ്ങനെ സിമ്മിൽ ഒരു 10 അടിയും വേണം. ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അത് തുറന്നിട്ട് കഴുത കളിക്കുന്ന പരിപാടി. അതിൽ ആദ്യം നമ്മൾ നെയ്യിട്ടിട്ട് നെയ്യിട്ടിട്ട് ഉള്ളിയായിട്ടൊന്ന് വതക്കിയെടുക്കുക. അത്രയും കുറച്ച് നെയ്യിടുക. ഒത്തിരി ഇടുന്നില്ല, കുറച്ച് നെയ്യിട്ട് നല്ല കുറേ നേരം, അതായത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. നല്ലപോലെ വറ്റി. ഇങ്ങനെ നമുക്ക് ഇത് ഉള്ളി ഇടുക. ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഇവിടെ ചെറിയ ഉള്ളി ഇത് നല്ലപോലെ വതക്കിയ ശേഷം നെയ്യിലാണ് വതക്കുന്നത്. അത് അതിലെത്തിക്കുക. പിന്നെ ഇത് വെച്ചിരിക്കുന്നത് പുതിന ഇലയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പുതിന ഇലയാണ്.
എണ്ണ താളിച്ച ശേഷം ഇതിൽ ഇത് ഇലയിട്ടത് ഉപ്പെല്ലാം ഒന്ന് ഉണ്ടായിരുന്നു. ഇതിൽ സൂപ്പൊന്ന് കോരിട്ട് ആടിൻ്റെ തലയിലുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്, കംപ്ലീറ്റ് സാധനങ്ങളും ഉണ്ട്. എൻ്റെ പല്ല് മാത്രം ഞാൻ മാറ്റിയിട്ടുള്ളൂ, പല്ലിട്ടില്ല. അതൊരു തോന്നുന്നത്, അതുകൊണ്ട് അതിട്ടില്ല. അതൊക്കെ റെഡിയായി. ഇനി ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. സൂപ്പ് എടുത്ത് അത് സൂപ്പ് മാത്രം കളർ പിന്നെ, അതായത് കാരണം നമ്മൾ കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. മെയിനായിട്ട് ആടിന് എപ്പോഴും കുരുമുളക് കൂടുതൽ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പറയാം. കുടിക്കുന്നത് ഞാൻ എപ്പോൾ ഉണ്ടാക്കി വന്നുള്ളൂ. അത് കുടിച്ച് നോക്കട്ടെ. അത് ഞാൻ കുടിച്ചില്ല, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നോക്കട്ടെ പരിപാടി എങ്ങനെയുണ്ടെന്ന്. കൊള്ളാൻ, കുഴപ്പമില്ല. സൂപ്പ് സാധാരണ സൂപ്പ് പോലെ തന്നെ, അങ്ങനെ അത്ര വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇതിൽ നല്ല കൊഴുപ്പുള്ള പോലെയുണ്ട്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഹാഫ് സ്പൂൺ നെയ്യിലാണിത് എന്താ പറയുക വതക്കിയെടുത്തത്. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഒരുപാട് എന്താ പറയുക ഒത്തിരി മിനറൽസും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കണ്ടന്റ് ആണല്ലോ. പിന്നെ ഫാറ്റും ഉണ്ട്, കൊഴുപ്പുണ്ട്, കുറച്ച് കൊഴുപ്പുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഏതായാലും താങ്ക് യു.